ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇപ്പോൾ ഊട്ടിയിൽ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡെവലപ്മെൻറ്റിൽ നമുക്ക് കുറച്ചും കൂടി ആ ഒരു പൊല്യൂഷൻ അതിനെ ഒന്ന് ക്ലിയർ ചെയ്യണം. പിന്നെ ആ ഒരു നമ്മുടെ പ്ലേസ് കുറച്ചും കൂടി ഒരു ബ്യൂട്ടിഫുൾ ആക്കണം. പിന്നെ ഇവിടെ ഡിച്ചുകളുണ്ട്, അത് കംപ്ലീറ്റ്ലി ക്ലീൻ ആൻഡ് നീറ്റ് ആക്കണം. അതിന് അഡ്വാൻസ് 100 വർഷത്തെ അല്ലെങ്കിൽ 200 വർഷത്തെ അഡ്വാൻസ് ചെയ്തുകൊണ്ട് പൈപ്പ് ലൈനിന് വഴി ഇതിൻ്റെ ഡിച്ച് വേസ്റ്റ് വെള്ളം പോകുന്ന ആ ഒരു ഹൈടെക് ലെവലിലേക്ക് ആക്കണം. അതിനൊക്കെ ഔട്ട് ഓഫ് കൺട്രിയിൽ നിന്ന് എൻജിനീയേഴ്സിനെ ഇറക്കണം. പ്ലാൻ ആൻഡ് എസ്റ്റിമേഷൻ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റും, പക്ഷേ എൻജിനീയേഴ്സിൻ്റെ ആ ഒരു കോൺഫിഡൻസോട് കൂടിയിട്ടുള്ള ആ ഒരു എന്താ പറയുക, ഫുൾ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ കൊണ്ടുവരണമെങ്കിൽ ഔട്ട് ഓഫ് കൺട്രിയിൽ നിന്ന് തന്നെ എൻജിനീയേഴ്സിനെ ഇറക്കണം. ഓക്കെ, പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിൻ്റെ ആ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ സപ്പോർട്ട് ഉള്ള കാരണമാണ് ഊട്ടി കുറച്ചും കൂടി ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഏരിയ ആയി മാറിയത്. ഓക്കെ, അപ്പോൾ അവരിൻ്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലെവലിലേക്ക് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റിലേക്ക് നല്ല എക്കോ ഫ്രണ്ട്ലിയിൽ നമുക്ക് ഊട്ടിനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഊട്ടിനെ കുറിച്ച് വ്യക്തമായി പറയാനുള്ളത്. അപ്പോൾ ക്ലീൻ ആൻഡ് നീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഒരു എന്താ പറയുക, ഒരു ഗാർഡൻസിലൂടെ പോകുന്ന ഒരു ഫീൽ ആയിരിക്കണം ഊട്ടി ടൗണിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന ഒരു ഫീൽ. അത്രയും ക്ലീൻ ആൻഡ് നീറ്റ്, പക്കാ നീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 വർഷത്തേക്കുള്ള അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റാണ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അതിനുള്ള പ്ലാനിങ്ങും എസ്റ്റിമേഷനും എനിക്കറിയാം. എൻജിനീയേഴ്സിനെ നമുക്ക് ഔട്ട് ഓഫ് കൺട്രിയിൽ നിന്ന് തന്നെ ഇറക്കാം. ഓക്കെ, ഇത് ഇവിടെ മാത്രമല്ല, എൻ്റെ നെല്ലിയാമ്പതിയിലും അങ്ങനെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ബൈ.